ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായ വോട്ടുകളുടെ ഏകീകരണം മറികടക്കുകയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയായിരുന്നു പിണറായി വിജയന്റെ വാദങ്ങൾ. മൂന്നാം ഭരണത്തിലേക്കുള്ള LDF സാധ്യതകളും പ്രതിപക്ഷത്തിന്റെ അയോഗ്യതയും വിവരിച്ചായിരുന്നു വാർത്താ സമ്മേളനം. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. AK ബാലൻ ഈ പറഞ്ഞതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമായി. വർഗീയ കലാപമുണ്ടാക്കാനെന്ന ആക്ഷേപമുയർന്ന ബാലന്റെ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. വാദങ്ങൾ നിരത്തി. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മാറാട് കലാപകാലത്ത് മുഖ്യമന്ത്രി AK ആന്റണിക്കൊപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവ സ്ഥലത്ത് പോകാൻ കഴിഞ്ഞില്ല. സംഘപരിവാർ എതിർപ്പുകളെ അന്ന് കോൺഗ്രസ് അംഗീകരിച്ചു. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ UDF പരാജയമെന്ന് ഇത് ചൂണ്ടിക്കാട്ടി പിണറായി. വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തി. 5-ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു. അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത്. സതീശന്റെ വാക്കുകളാണ്. ഒരാഴ്ചക്കിടെ രണ്ടാമതും വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിക്ക് LDFന്റെ തകർന്ന ഗ്രാഫ് ഉയർത്തുകയെന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് കരകൂലൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കരകൂലും എല്ലാ കാലത്തും. 100 സീറ്റ് ലക്ഷ്യമിടുന്ന UDF, 110 സീറ്റ് ലക്ഷ്യം വെച്ച് LDF. ഏത് കനകോലുവിന്റെ തന്ത്രങ്ങൾ വിജയിക്കുമെന്നതിനപ്പുറം UDFന്റെയും LDFന്റെയും ഭാവി കൂടി വരുന്ന തിരഞ്ഞെടുപ്പ് നിർണയിക്കും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.